വേണ്ട വിധത്തിൽ നന്ദി. ഏതായാലും ആ വിവരങ്ങൾ കൈമാറിയതിന് കൂടുതൽ വിശദാംശങ്ങൾക്കായി കൊണ്ട് വരാം. ടൗൺഷിപ്പിൻ്റെ പ്രസാദ് ഇപ്പോൾ പറഞ്ഞല്ലോ, ടൗൺഷിപ്പിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിനിടെ കൽപ്പറ്റ MLA ടി സിദ്ദിഖിന് നേരെ കൂവലുണ്ടായി. സംസാരിക്കാനായി വേദിയിലേക്ക് വിളിച്ചപ്പോഴും സദസ്സിലിരുന്ന ചിലർ കൂട്ടായി കൂകി വിളിച്ചു. കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. കൂക്കി വിളിച്ചത് ദുരിതബാധിതർ അല്ല എന്നും മറ്റു ചിലരാണെന്നും ആശംസാ പ്രസംഗത്തിനിടെ ടി സിദ്ദിഖ് പറഞ്ഞു. ഈ ദുരന്തബാധിതർ ഒരാൾ പോലും അസ്വസ്ഥതയുടെ ഒരു ശബ്ദം പോലും ഇവിടെ ഉണ്ടാക്കില്ല. കാരണം അവര് നേരിന്റെ അനുഭവത്തിന്റെ സാക്ഷികളാണ്. മറ്റുള്ളവരുടെ അപശബ്ദങ്ങൾ കണക്കിലാക്കുന്നില്ല എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കോൺഗ്രസ് കല്ലിട്ട് വീടുകൾ പൂർത്തിയാക്കുമെന്നും ഇതുവരെ 51 വീടുകൾ കൈമാറിയെന്നും ലീഗിന്റെ പുനരധിവാസം ഓർമ്മിപ്പിച്ച് മന്ത്രി കെ രാജന്റെ പരിഹാസത്തിന് മറുപടിയായി ടി സിദ്ദിഖ് പറഞ്ഞു. ബഹുമാന്യനായ മന്ത്രിയുടെ സംസാരിച്ച വേള സൂചിപ്പിച്ചു, തറക്കല്ലിട്ട് ആരും പോവില്ല. ഇന്നലെ 52 വീടുകൾ ഇന്നലെ കൈമാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ വീടുകളും കൈമാറാനുള്ള നടപടികളും നമ്മളെല്ലാവരും സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ ബാബു, ഇതിപ്പോൾ ടി സിദ്ദിഖ് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു കൂക്കുവിളിക്ക് അർഹനായിട്ടുള്ള ആളെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ഈ ദുരന്തം ഉണ്ടായ കാലം തൊട്ട് അവിടെ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചെല്ലുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരിട്ട് തന്നെയും അവിടെ ചെന്ന് പല ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. നമ്മളെല്ലാവരോടും ഉണ്ടായിരുന്നു ബെൻസൺ. അവിടെ ഈ ദുരന്തമുണ്ടായ രാത്രിയിൽ ഏറ്റവും ആദ്യം അവിടേക്ക് ആ ജനങ്ങൾക്ക് സഹായവുമായിട്ട് ഈ വെള്ളമൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അപകടാവസ്ഥയിൽ അങ്ങോട്ടേക്ക് വന്ന ജനപ്രതിനിധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ്, ഏറ്റവും ആദ്യം അവിടെ എത്തിയ ആളുകളിൽ ഒരാളാണ് ടി സിദ്ദിഖ്. നിശ്ചയമായിട്ടും ഈ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സർക്കാർ അനുകൂലികളായിട്ടുള്ള CPIM പ്രവർത്തകർക്ക് ഈ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ളൊരു അവകാശമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സർക്കാർ ഇത്രയ്ക്ക് ഇച്ഛാശക്തിയോടുകൂടി ഇങ്ങനെയൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയും ഈ വീടുകളാകപ്പാടെ നൽകുകയും ഒക്കെ ചെയ്തപ്പോൾ, കേന്ദ്രത്തിൻ്റെ സഹായമൊന്നുമില്ലാതെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തില്ല എന്നൊരു വിമർശനം അവിടെയുണ്ട്. ആ വിമർശനത്തിന് വലിയൊരളവോളം സാങ്കത്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ UDF-നെതിരായിട്ട്, പ്രതിപക്ഷത്തിനെതിരായിട്ട്, കോൺഗ്രസിനെതിരായിട്ട് ഒരു രോഷം അവിടെ ഉണ്ടാവുക എന്നതിൽ അസ്വാഭാവികത പറയാനില്ല എന്ന് പറയുമ്പോൾ തന്നെയും ടി സിദ്ദിഖ് എന്ന ഒറ്റ വ്യക്തി, ടി സിദ്ദിഖ് എന്ന കോൺഗ്രസ് നേതാവ്, ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള, മാനുഷികവും ഗംഭീരവുമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ ആദ്യ ദിവസം മുതൽ കാഴ്ചവെച്ചത് എന്ന കാര്യം അവിടെ പോയി വന്ന ഒരു റിപ്പോർട്ടർമാർക്കും മാധ്യമപ്രവർത്തകർക്കും നിഷേധിക്കാനാവുന്നതല്ല. നിശ്ചയമായിട്ടും അർഹിക്കുന്ന കൂവലല്ല, കൂക്കുവിളിയല്ല ടി സിദ്ദിഖിന് അവിടെ ലഭിച്ചത് എന്നത് നിശ്ചയമായിട്ടും ഉറപ്പാണ്. അദ്ദേഹം കയ്യടി തന്നെയായിരുന്നു, ഏറ്റവും ശക്തമായ കയ്യടി തന്നെയായിരുന്നു അദ്ദേഹം അറിയിക്കുമായിരുന്നത്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ജനം മനസ്സിലായിക്കോളും. ടി സിദ്ദിഖ് പക്ഷേ വളരെ ഗംഭീരമായിട്ട് തന്നെ അതോട് പ്രതികരിച്ചു, അല്ലേ ബെൻസൺ? അതെ, സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയായിരുന്നു അവിടെ ഉണ്ടായത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ സ്വാഗതം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പറയുന്നു കൽപ്പറ്റ MLA ടി സിദ്ദിഖ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ കൂക്കിവിളി സദസ്സിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ സംസാരിക്കാനായി വേദിയിലേക്ക് വിളിക്കുന്നു. അദ്ദേഹം വേദിയിലേക്ക് വരാൻ എഴുന്നേക്കുന്ന, അതായത് കസേരയിൽ നിന്ന് എഴുന്നേക്കുന്ന ഘട്ടം തൊട്ട് തുടങ്ങിയ കൂവൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വരെ അദ്ദേഹം ഏകദേശം ഒരു 5 മിനിറ്റോളം സംസാരിച്ചു. ആ സമയം അത്രയും വലിയ കൂക്കിവിളി ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ വളരെ സംയമനത്തോടെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോവുകയായിരുന്നു. കുറ്റപ്പെടുത്തലുകളോ ഒന്നും തന്നെ ഇല്ലാതെ കൃത്യമായും എന്തൊക്കെയായിരുന്നു അന്ന് സംഭവിച്ച കാര്യങ്ങൾ, അതിനുശേഷം നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം, അതിനുശേഷം നടന്നിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ ഈ കൂക്കലിന്റെ ആധിക്യം വർദ്ധിച്ചപ്പോഴാണ് അദ്ദേഹം അവസാന ഘട്ടത്തിൽ അതിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂവിയതൊന്നും തന്നെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളല്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളല്ല, തന്നെ അറിയുന്ന ആളുകളല്ല, പുറത്തുനിന്നെത്തിയ ആളുകളാണ് കൂവിയത്. തന്നെ അറിയുന്ന ആളുകൾ ഒരിക്കലും ഇത്തരം ഒരു വേദിയിൽ കൂക്കി വിളിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, അദ്ദേഹം നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത് മന്ത്രി കെ രാജനുള്ളതായിരുന്നു. അദ്ദേഹം മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലർ കല്ലിട്ട് പോകും, പക്ഷെ അത് വീടാകില്ല എന്ന ഒരു പരാമർശത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ടി സിദ്ദിഖ് നൽകുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 51 വീടുകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെയായിരുന്നു ലീഗിന്റെ വീടുകൾ കൈമാറിയിട്ടുണ്ടായിരുന്ന 51 വീടുകൾ. അപ്പോൾ 51 വീടുകൾ തങ്ങൾ കൈമാറിയിട്ടുണ്ട്, ബാക്കി വീടുകളും തങ്ങൾ നൽകും എന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസിന്റെ നൽകുന്ന വീടുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ
രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താതിരുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ടി സിദ്ദിഖിനെതിരായിട്ടുള്ള ഒരു വികാരം അത് ഈ CPM അനുകൂലികളായിട്ടുള്ള ആളുകൾക്കിടയിൽ കാര്യമായി തന്നെ ഉണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ട ഒരു വേദി ഇതായിരുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രത്തോളം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന് മുമ്പിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒരു ദിനമായിരുന്നു ഇന്ന്. നമുക്ക് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ദിനത്തിലാണ് ആ പ്രദേശത്തിന്റെ തന്നെ MLA-ക്ക് ഇത്തരത്തിലൊരു കൂക്കിവിളി ഏൽക്കേണ്ടി വന്നത്, അത് കേവലം രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്നത് ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായും കയ്യടി അറിയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ടി സിദ്ദിഖ് എന്നത്. കാരണം ഈ അപകടമുണ്ടായ ആദ്യഘട്ടം തൊട്ട് തന്നെ അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹത്തെ ആ കാലയളവിലെല്ലാം തന്നെ നമ്മൾ കാണുമ്പോൾ ദേഹത്ത് ചെളി പുരണ്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നത്. കൃത്യമായും ഇടങ്ങളിൽ ചെന്ന് ആളുകളെ കണ്ട് സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ടി സിദ്ദിഖിനെ ആയിരുന്നു നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണത ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെ വേണം ഇതിനെ മനസ്സിലാക്കാൻ. സനീഷ്, ശരി, നന്ദി ബെൻസൺ. വിവരങ്ങൾക്ക് മണ്ണിലിറങ്ങി പണിയെടുത്ത ഒരാൾ എന്ന് തന്നെ കണക്കാക്കാവുന്ന, പറയാവുന്ന, നമുക്ക് നിശ്ചയമായിട്ടും ഉറപ്പിച്ച് പറയാവുന്ന ആളാണ് ടി സിദ്ദിഖ്. അത് മാധ്യമപ്രവർത്തകരെല്ലാം കണ്ടതാണ്, ഒരുപക്ഷെ വിഷ്വലുകളിലൂടെ കേരളവും കണ്ടതാണ്. അങ്ങേയറ്റം കറുത്ത് കരുവാളിച്ച് സ്വന്തം വൈറ്റ് ഡ്രസ്സിൽ ആകെപ്പാടെ മണ്ണ് പുരണ്ട് നിൽക്കുന്ന ടി സിദ്ദിഖിനെയായിരുന്നു. ഇപ്പോൾ ടി സിദ്ദിഖ് മാത്രമല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ സിദ്ദിഖ് ആ സ്ഥലത്തോട് അങ്ങനെ വൈകാരികമായ പരിചയമുള്ള ആളെന്ന നിലക്ക് അത്രക്ക് ഗംഭീരമായിട്ട് പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹം മറ്റ് പല പുറത്തുള്ള നേതാക്കളും, വയനാടിന് പുറത്തുള്ള നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഈ സർക്കാർ പരിപാടികളോട് പുറംതിരിഞ്ഞു നിന്നപ്പോൾ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് മാത്രമല്ല, UDF-ഉം പ്രതിപക്ഷവും പുറംതിരിഞ്ഞു നിന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ പോലും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. വളരെ മാതൃകാപരമായ ഒരു ജനപ്രതിനിധിയുടെയും രാഷ്ട്രീയ നേതാവിൻ്റെയും സാന്നിധ്യം അനുഭവിച്ച് അറിയിച്ച ഒരാളാണ് ടി സിദ്ദിഖ്. അദ്ദേഹത്തിന് കൂവലേറ്റത് അങ്ങേയറ്റം സങ്കടകരമായൊരു കാര്യമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത്. പക്ഷേ അതിനൊരു കാര്യമുള്ളത്, തെരഞ്ഞെടുപ്പ് കാലമാണ്, രാഷ്ട്രീയമായിട്ട് ഇരുപക്ഷങ്ങൾ അങ്ങേയറ്റം വൈബ്രൻ്റായിട്ട് ചൂടായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അത് സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള പരിചയം ടി സിദ്ദിഖിന് കൂടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അതിന് മറികടന്നു പോകും. അദ്ദേഹം വളരെ ഗ്രേസ്ഫുള്ളായിട്ടൊരു പ്രസംഗം അവിടെ നടത്തുകയും ചെയ്തു. നന്ദി ബെൻസൺ, വിശദാംശങ്ങൾക്ക്.